കൊല്ലപ്പെട്ട സ്ത്രീകളെല്ലാവരും വിവാഹ വേഷത്തിലായിരുന്നു. സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവർ, ജീവിത പ്രയാസങ്ങൾ കൊണ്ട് ഭക്തിയിൽ മുഴുകി ജീവിച്ചവർ. മൃതദേഹങ്ങളെല്ലാം കണ്ടെത്തിയത് ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും. ചില മൃതദേഹങ്ങൾ ദിവസങ്ങളോളം പഴകി ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നെല്ലാം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാരകമായ പൊട്ടാസ്യം സയനൈഡ് ഉള്ളിൽ ചെന്നാണ് ഇവരെല്ലാം മരണപ്പെട്ടതെന്ന് കണ്ടെത്തി. ശരീരമൊട്ടാകെ ഭസ്മം പൂശി ക്ഷേത്ര പരിസരങ്ങളിലെത്തി സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്ന സീരിയൽ കില്ലർ. പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിച്ച് തന്റെ ഇരകളെ കൊന്നുതള്ളി ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച സയനൈഡ് മല്ലിക. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ. 2007 സെപ്റ്റംബർ 19 കർണാടകയിലെ മഡൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സന്ദേശമെത്തി. മഡൂരിലെ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉടമയുടേതായിരുന്നു ആ ഫോൺ കോൾ. റൂം നമ്പർ 103 നിന്നും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നു. 3 ദിവസം മുൻപ് ഒരു സ്ത്രീ ആയിരുന്നു ആ റൂം എടുത്തിരുന്നത്. ഇതായിരുന്നു ആ സന്ദേശം. പോലീസ് വൈകാതെ തന്നെ സ്ഥലത്തെത്തി. അസഹ്യമായ ദുർഗന്ധം തളം കെട്ടി നിൽക്കുന്നു. മുറിക്കുള്ളിലായ ഒരു സ്ത്രീയുടെ അഴുകിയ ജഡമായിരുന്നു ഉണ്ടായിരുന്നത്. 2 ദിവസത്തിലധികം പഴക്കമുണ്ടായിരുന്നു ആ മൃതദേഹത്തിന്. കാഴ്ചയിൽ മധ്യവയസ്കയായ സ്ത്രീ ആയിരുന്നു അത്. വളരെ വിലപിടിപ്പുള്ള പട്ടുസാരി അണിഞ്ഞിരിക്കുന്നു. മുറിയെടുത്തത് അവർ ഒറ്റയ്ക്കാണെന്നും കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് റിസപ്ഷനിസ്റ്റിന്റെ മൊഴി.